ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്കവരൽ ഉണ്ടാക്കിയാലോ നമുക്ക്? എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ചക്കയൊക്കെ നേരത്തെ സെറ്റാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതുകൊണ്ട് എന്തായാലും അതിനുള്ള സമയലാഭം ഉണ്ടായി. ചക്കവരൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതുണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം, ബുദ്ധിമുട്ട് വേറൊന്നുമല്ല, ചക്ക അരിഞ്ഞ് റെഡിയാക്കി എടുക്കാനായിട്ട് കുറേ സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം പലപ്പോഴും ട്രൈ ചെയ്യാറില്ല. മിക്കവാറും അത് അമ്മയാണ് ഉണ്ടാക്കാറുള്ളത്. ഇന്നിങ്ങനെ വെറുതെ നിന്നപ്പോഴത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു ഒറ്റയ്ക്ക് അതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എന്തായാലും ചക്ക എടുത്ത് അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സംഭവം വിചാരിച്ച പോലെ അത്ര എളുപ്പമൊന്നുമല്ല ഈ ചക്ക അരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ അരിയുന്നതിനേക്കാളും ബുദ്ധിമുട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. കുറേ നേരം നിന്ന് ബോറടിക്കും. എന്തായാലും കുറച്ച് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഇതായി ഇങ്ങനെ മൊത്തത്തിൽ അരിഞ്ഞെടുത്തു. ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. എന്തായാലും നമ്മൾ പണി തുടങ്ങാൻ പോവുക. ഇതൊരു പഴയ ഇരുമ്പ് ചട്ടിയാണ്. ഏകദേശം ഒരു 40 കൊല്ലത്തോളം പഴക്കമുള്ളതാണ്. സാധാരണ നമ്മൾ വെളിച്ചെണ്ണയിലാണ് പറ്റൽ വറുക്കാറുള്ളത്. പക്ഷേ ഇത്തവണ വെളിച്ചെണ്ണ ഇല്ലായിരുന്നതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ വെളിച്ചെണ്ണയിലുള്ള ടേസ്റ്റ് സൺഫ്ലവറിന് കിട്ടുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും നോക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സാധാരണ രീതിയിൽ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ചക്ക വാരിയിടുമ്പോഴത്തേക്ക് ഒരു സ്മെല്ലുണ്ട്, നല്ലൊരു മണം. അപ്പോൾ അത് ഇവിടെ എന്തായാലും ഇല്ല. ഞാനാണെങ്കിൽ പൊതുവെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എല്ലാം ഉണ്ടാക്കാനൊന്നും അറിയില്ല, കുറച്ച് എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ചില സ്നാക്സ് ഇതുപോലെ വറ്റൽ ആണ്. നമുക്ക് എളുപ്പമുള്ള പരിപാടികളല്ലാണ്ട് ബുദ്ധിമുട്ടുള്ളതൊന്നും ചെയ്യാൻ വയ്യ. പാചകം ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതുപോലുള്ള എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. എന്തായാലും ആദ്യമായിട്ട് സാധനം അത് റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഒരു അബദ്ധം പറ്റി, എന്തായാലും കരിഞ്ഞു പോയി. പോട്ടെ, അടുത്തതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും അടുത്തത് വീണ്ടും ഇട്ടു. അതെങ്കിലും കരിയാതെ എടുക്കാനുള്ളൊരു ശ്രമത്തിലാണ്. നടക്കുമെന്നൊന്നും അറിയില്ല, പക്ഷെ നടന്നു. നിങ്ങളൊക്കെ പൊതുവെ ഈ ചക്കവരൽ ക്രിസ്പി ആയിട്ടിരിക്കാനായിട്ട് എന്താ ചെയ്യുന്നത്? ഞാൻ ചെയ്തത് വേറൊന്നുമല്ല, ഈ ചക്കയുടെ ചുള എടുക്കുമ്പോൾ അതിൻ്റെ 2 സൈഡ് മുകളിലും താഴെയും നൈസായിട്ട് കട്ട് ചെയ്തങ്ങ് മാറ്റും. കുറച്ച്, കാരണം അതിൻ്റെ ആ ഒരു തിക്നെസ് വരുന്നൊരു പോർഷൻ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കി വരുന്നതാണ് ചെറുതായിട്ട് അരിഞ്ഞ് അതാ വറക്കാൻ എടുക്കുന്നത്. അതാവുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും എപ്പോഴും. ഇതിനിടയിൽ ബോറടിച്ചപ്പോൾ ഒരു റംബൂട്ടാൻ എടുത്ത് കഴിക്കാനായിട്ട്. ഇവിടെ സ്ഥിരമായിട്ട് ഓട്ടം വരാറുള്ളൊരു ഓട്ടോ ചേട്ടനുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നാടനിലാണ്, ഹൈബ്രിഡൊന്നും അല്ല. അപ്പോൾ അതിൻ്റേതായ പ്രശ്നമുണ്ട് അതിന്. അപ്പോൾ ചെറിയ മധുരവും ചെറിയ പുളിപ്പും ഒക്കെ ആയിട്ട് ഒരു വേറൊരു തരം ടേസ്റ്റാണ് അതിന്. എന്തായാലും കുഴപ്പമില്ല, ചുമ്മാ കിട്ടിയതല്ലേ. വീണ്ടും ബോറടിച്ചപ്പോൾ അടുത്ത പരിപാടി, അടുത്തൊരു സാധനം കഴിക്കാനെടുത്ത്. ഇത് ഇവിടെയൊക്കെ വയനാപ്പം എന്ന് പറയും. നമ്മുടെ വയനായിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം. നമ്മളിവിടെ അതിനെ വയനാപ്പം എന്നാണ് പറയുന്നത്. അതെന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. എന്തായാലും അത് കഴിച്ച് ബോറടി മാറ്റി. അവസാനം നമ്മുടെ വറ്റൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറേ നേരം കഷ്ടപ്പെട്ട്, കുറച്ചധികം നേരം ഇങ്ങനെ ഒരു കുക്കിംഗ് ആണെങ്കിലും അത് എന്ത് കാര്യമാണെങ്കിലും നമ്മളത് ചെയ്യാനായിട്ട് കുറച്ചധികം നേരം കഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്, ആ ഒരു സന്തോഷം. അത് തന്നെയാണ് ഇവിടെ. ലേശം ഉപ്പ് കൂടുതലുണ്ടെന്നല്ലാണ്ട് വേറെ ഒരു പ്രശ്നമില്ല. പിന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല. സാധനം കഴിച്ചു നോക്കി, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇതിന് ഞാൻ കണ്ടൊരു ന്യൂനത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു നല്ല മണമാണ്. മണവും വേറൊരു ടേസ്റ്റും ഒക്കെയാണ്. പക്ഷെ അത് ഈ സൺഫ്ലവർ ഓയിലിൽ ഒരിക്കലും കിട്ടത്തില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കഴിയുമെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യാം. വീണ്ടും കാണാം.